ഏവരും ഉറ്റുനോക്കുന്ന ഗൾഫ് മേഖല വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാവുകയാണ്. 10 ദിവസം മുമ്പ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവസാന നിമിഷം പിന്മാറിയ അമേരിക്ക ഇപ്പോൾ വീണ്ടും ഇറാനെതിരെ വമ്പനൊരു നീക്കത്തിന് കോപ്പുകൂട്ടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകളും ഗൾഫ് സമുദ്രത്തിലേക്കുള്ള പടുകൂറ്റൻ യുദ്ധക്കപ്പലുകളുടെ വരവും വിരൽ ചൂണ്ടുന്നത് വലിയൊരു യുദ്ധത്തിലേക്കാണോ? എന്നാൽ ഇത്തവണ കാര്യങ്ങൾ പഴയതുപോലെയല്ല. അമേരിക്കയുടെ തന്ത്രങ്ങൾ മാറിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ കൈവിട്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ ഗൾഫിൽ എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാം. 10 ദിവസം മുമ്പ് ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം പിൻവലിച്ച അമേരിക്ക ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരികയാണ്. ഇതിന്റെ തെളിവാണ് USS എബ്രഹാം ലിങ്കൺ എന്ന ആണവ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വമ്പൻ യുദ്ധക്കപ്പലിന്റെ വരവ്. സാധാരണ ഒരു കപ്പലല്ല ഇത്. ഒരു ചെറിയ നഗരത്തോളം വലിപ്പമുള്ള അത്യാധുനിക പോർവിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഫ്ലോട്ടിംഗ് എയർബേസ്. അമേരിക്കൻ നാവികസേനയുടെ നേതൃത്വത്തിൽ ഈ കപ്പൽ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഗൾഫ് മേഖലയിലേക്കും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു നീക്കം? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമാകുന്നത്. മുൻകാലങ്ങളിൽ ഗൾഫ് യുദ്ധങ്ങൾ നടന്നപ്പോൾ അമേരിക്കക്ക് സഹായം നൽകിയിരുന്നത് സൗദി അറേബ്യയും ഖത്തറും UAEയും അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ കഥ മാറിയിരിക്കുന്നു. ഈ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണോ എയർ സ്പേസോ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് വിട്ടു നൽകില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല. അവരുടെ മിസൈലുകൾ ആദ്യം ലക്ഷ്യം വെക്കുക അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് നഗരങ്ങളെയായിരിക്കും. പ്രത്യേകിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള വൻ നഗരങ്ങളും സൗദിയുടെ എണ്ണപ്പാടങ്ങൾ തകർന്നാൽ അത് ആ രാജ്യങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. ഈ ഭയമാണ് അമേരിക്കയെ സഹായിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ സഹായം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ അമേരിക്ക തങ്ങളുടെ തന്ത്രം മാറ്റിയിരിക്കുകയാണ്. ഇതാണ് അവരുടെ പ്ലാൻ ബി. കരയിലെ താവളങ്ങൾക്ക് പകരം സമുദ്രത്തെ ഉപയോഗിക്കുക. ഇതിനായി അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ വിമാനവാഹിനി കപ്പലുകൾ. സമുദ്രത്തിന്റെ മധ്യത്തിൽ നിന്ന് നേരിട്ട് ആക്രമണം നടത്താൻ ഇതിലൂടെ സാധിക്കും. 2, ഡിയാഗോ ഗാർഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതീവ തന്ത്രപ്രധാനമായ ഈ ദ്വീപ് അമേരിക്കയുടെ ഒരു പ്രധാന സൈനിക താവളമാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ ഇറാനെതിരെ ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ അമേരിക്ക ഈ ദ്വീപിനെ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. യുദ്ധം മാത്രമല്ല, ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. വെനസ്വേലയെ എങ്ങനെയാണോ അമേരിക്ക വിരിഞ്ഞു മുറുക്കിയത്, അതേ തന്ത്രമാണ് ഇറാനെതിരെയും പ്രയോഗിക്കുന്നത്. ഇവിടെ നിർണായകമാകുന്നത് ഹോർമുസ് കടലിടുക്ക് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയാണിത്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കപ്പലുകളെ ഈ ഭാഗത്ത് വെച്ച് തടയാനും അതുവഴി ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ വിപണിയെ തകർക്കാനുമാണ് അമേരിക്കയുടെ നീക്കം. സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കാൻ ഇറാൻ മുട്ടുകുത്തും എന്ന് ട്രംപ് കണക്കൂട്ടുന്നു. പുറത്തുനിന്ന് അമേരിക്കയുടെ ഭീഷണി നേരിടുമ്പോൾ തന്നെ ഇറാന്റെ ഉള്ളിലും കാര്യങ്ങൾ പന്തിയല്ല. പ്രശസ്തമായ റിപ്പോർട്ടുകളും നിരീക്ഷകരും അവകാശപ്പെടുന്നത് ഇറാനിൽ വലിയ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്നാണ്. കഴിഞ്ഞ 20 ദിവസമായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പുറംലോകം അറിയാത്ത വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നിട്ടുണ്ടെന്നും ഏകദേശം 36,500ഓളം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ ജനങ്ങളെ അടിച്ചമർത്താനാണോ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് എന്ന് ചോദ്യം ബാക്കിയാണ്. അതേസമയം ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായി നേരിടാൻ ഇസ്രായേൽ തയ്യാറായി നിൽക്കുകയാണ്. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗൾഫ് മേഖല ഒരു വെടിമരുന്നിന് മുകളിലാണ് നിൽക്കുന്നത്. അമേരിക്കൻ സൈന്യം മേഖലയിൽ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന 5 ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ വലിയൊരു സൈനിക നീക്കമോ അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയോ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഈ നീക്കങ്ങൾ ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.